This news is brought to you by സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. ദുരന്തബാധിതരെയും രക്ഷാപ്രവർത്തനത്തിനിടെ ജീവൻ പൊലിഞ്ഞ തിരുവനന്തപുരം സ്വദേശി ആർ രാജേഷിന്റെ കുടുംബത്തെയും സഹായിക്കുന്നതിനായി ചെറുപുഴ പഞ്ചായത്തിൽ ദുരിതാശ്വാസ ഫണ്ട് രൂപവൽക്കരിക്കും. സന്നദ്ധ സംഘടനകളുടെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സംയുക്ത യോഗത്തിലാണ് ഈ തീരുമാനം. പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിലും മലവെള്ളപ്പാച്ചിലിലും നിരവധി കുടുംബങ്ങളാണ് ദുരിതത്തിലായത്. ദുരിതബാധിതർക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കുന്നതിനായി ദുരിതാശ്വാസ സഹായ കമ്മിറ്റി രൂപവൽക്കരിക്കാനും പ്രത്യേകം ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കാനും യോഗത്തിൽ തീരുമാനമായി. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ ഡി പ്രവീൺ, ലീന വില്യം, പഞ്ചായത്ത് സെക്രട്ടറി ബിറ്റാജ് തോമസ്, സംഘടനാ പ്രതിനിധികളായ കെ കെ സുരേഷ് കുമാർ, ജെ സെബാസ്റ്റ്യൻ, എം വി ശശി, ഷാജൻ ജോസ്, പി കെ ചന്ദ്രശേഖരൻ, ജോൺസൺ സി പടിഞ്ഞാത്ത്, രാജു മൂലേക്കാട്ടിൽ, ജോസ് തടത്തിൽ, പി എം സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇത്രയേറെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിനോടാണ് തന്നെ പല സന്നദ്ധ സംഘടനകളെയും വിളിച്ചതനുസരിച്ച് അവർ ആ ക്യാമ്പ് ദിവസങ്ങളിലൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്ത് പോയപ്പോൾ രാജേഷിന്റെ കുടുംബത്തെ കണ്ടപ്പോൾ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവിടുത്തെ പഞ്ചായത്തുമായി സംസാരിച്ചപ്പോൾ അവരുടെ വിശ്വാസം മനസ്സിലാക്കുമ്പോൾ നമ്മൾ പഞ്ചായത്തിൽ അവരെ ഒന്ന് സഹായിക്കേണ്ട ആളുടെ ചിന്താധാരണ ഭരണസമിതിയുടെ ഭാഗത്തിന് ഞങ്ങൾക്ക് തോന്നുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു തീരുമാനങ്ങളും ചർച്ചകളും ഇന്നത്തെ ഈ മീറ്റിങ്ങിലൂടെ നമുക്കുണ്ടാകും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മീറ്റിംഗ് വിളിച്ച് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് തന്നെ കടക്കാൻ വേണ്ടിയിരിക്കുന്നത്. ഈ മീറ്റിംഗ് നമ്മൾ വിളിച്ചു ചേർത്തിരിക്കുന്നത് നമ്മളുടെ സന്നദ്ധ സംഘടനകളെയും ക്ലബുകളെ മാത്രമാണ് മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഡിപ്പാർട്ട്മെന്റ് തരത്തിലുള്ള തഹസീൽദാർ അടക്കമുള്ളവരുടെ എംഎൽഎയുടെ നേതൃത്വത്തിൽ മീറ്റിങ്ങുകൾ വിളിച്ചു ചേർന്ന് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ വിളിച്ചിരിക്കുന്നത് ഇവരെ സഹായിക്കാൻ വേണ്ടി എല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് കുടുംബങ്ങളാണ് ചെറുപ്പക്കാരുണ്ട്. ഇവിടെ ഇരിക്കുന്ന സംഘടനകൾ തന്നെ ഒരുപാട് സഹായങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയിട്ടുണ്ടാകും. ഇനി ഒരുപക്ഷെ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടാകും. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളൊക്കെ എല്ലാവരും ആവശ്യങ്ങൾ എത്തിക്കുക എന്നൊരു ലക്ഷ്യം വെച്ച് നമുക്കൊരു ഏകോപനം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് നമുക്ക് മീറ്റിംഗ് വിളിച്ചെടുത്തിരിക്കുന്നത്. ഓരോ വാർഡുകളിലും എത്ര കുടുംബങ്ങൾക്കാണ് വീട് നഷ്ടപ്പെട്ടത്, എന്തൊക്കെയാണ് അവരുടെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ എന്നൊക്കെ ഏകദേശം ലിസ്റ്റ് അവർ വാർഡ് മെമ്പർമാർ തലത്തിൽ ക്രോഡീകരിച്ചുകൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് പരിപൂർണ്ണമല്ല, ഈ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. എങ്കിൽ പോലും പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് അടിയന്തര ഘട്ടത്തിൽ ചെയ്യേണ്ട ഒരു ലിസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അത്തരക്കാരെ നമ്മൾ സഹായിക്കാൻ നമുക്ക് എല്ലാവരും കൂട്ടായിട്ട് പ്രവർത്തിക്കാം എന്നതിനെ പറ്റിയുള്ള നമുക്ക് വിവിധമായ സംഘടനകൾ സഹായിക്കാൻ പറ്റുന്ന സംഘടനകളുള്ളത് ക്ലബുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കൂട്ടായിട്ട് അതാദ്യം ചെയ്യാൻ കഴിയും. നമുക്ക് ഏകോപനം സൃഷ്ടിക്കാം എന്നാണ് എൻ്റെ ഉദ്ദേശം. വിഷമകരമായ ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അവരുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ചെറുപുഴ പഞ്ചായത്തിൽ കരുത്താൻ ആവശ്യമാണ് എന്നാണെന്ന് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയും. അവിടുത്തെ വാർഡ് മെമ്പറുമായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അത്തരം ഒരു കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. അപ്പം അത് രണ്ടാമത്തെ കാര്യമായിട്ട് നമുക്ക് അതുകൊണ്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പം മുഴുവൻ ആൾക്കാരെയും മുഴുവൻ ജനപ്രതിനിധികളെയും സന്നദ്ധ പ്രവർത്തകരെല്ലാം ഭാഗമായി സ്വാഗതം ചെയ്യാൻ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായിട്ട് പല വീടുകളും നമുക്കറിയാം പൂർണ്ണമായിട്ട് പോയതിനെയോ നമ്മൾ ഒറ്റനോട്ട് നോക്കിയാൽ ആ വീടുകൾ അവിടെയുണ്ട്. പക്ഷേ വീടിന്റെ രണ്ട് ഒറ്റത്തുകൂടി വലിയ തോടൊഴുകി അവിടെ പല അക്കരെ നമ്മളുടെ സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. ഫോൺ 9400 062 912.